എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നതായ വ്യക്തി. ആ വ്യക്തി യോസഫ് അവിടുത്തുകാരി ഒരു സ്ത്രീയെ ഭാര്യയെ ആക്കി ജീവിക്കുകയാണ്. അത് അവൻ്റെ ചോയ്സ് അല്ല, അതുപോലും ആരുടെ ചോയ്സ് ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിസ്രൈമിൽ അവന് ഉണ്ടായ ഒരു അനുഭവമാണ്. ഓക്കെ, അങ്ങനെ ജീവിക്കുന്നവരായ ഈ യോസഫ്, എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നിയൊരു കാര്യമുണ്ട്. യാക്കോബിൻ്റെ കൂട്ടത്തിൽ നടന്ന ബാക്കി 11 മക്കളുടെ 12 മക്കളിൽ യാക്കോബിൻ്റെ കൂട്ടത്തിൽ നടന്ന ബാക്കി 12 മക്കളെക്കാൾ ആത്മീയരായിരുന്നു മിസ്രൈമിൽ വളർന്നതായ എഫ്രൈം മനശ്ശയും. അതും അവൻ്റെ അമ്മ ഒരു എബ്രായ സ്ത്രീ അല്ലതാനും. അപ്പോൾ യോസഫ് എത്രമാത്രം ഈ കുഞ്ഞുങ്ങളോട് ഇസ്രായേലിനെ കുറിച്ച്, കനാനിനെ കുറിച്ച്, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവണം എന്ന് നിങ്ങൾ ആലോചിക്കണം. ഏറ്റവും ഒടുവിൽ യാക്കോബ് അനുഗ്രഹിക്കുന്നത് ഈ 2 പേരെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവൻ മിസ്രൈമിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തായിരുന്നിട്ടും ഒരിക്കൽ പോലും മിസ്രൈം അവൻ്റെ മനസ്സിൽ കടന്നിട്ടില്ല. എന്നാൽ അവനറിയാം അവൻ കനാൻ നാട്ടിൽ നിന്ന് വളരെ ദൂരെയാണ്. അവൻ മരിക്കുമ്പോൾ അവനെ കനാൻ നാട്ടിൽ കൊണ്ടടക്കാൻ പറ്റത്തില്ല. യാക്കോബിനെ കൊണ്ടടക്കിയായിരിക്കും, പക്ഷേ ഇവനെ കൊണ്ടടക്കാൻ ഇവൻ്റെ സഹോദരന്മാരൊന്നും മെനക്കെടത്തില്ലെന്ന് അവനറിയാം. അത് ഇമ്പോസിബിളാണ്. പക്ഷെ അവൻ പറഞ്ഞു, ഞാൻ മരിക്കും, എന്നെ ഫറവോൻ ഇവിടെ കൊണ്ടടക്കും. എന്നാൽ ഞാൻ വിശ്വാസത്താൽ ഒരു കാഴ്ച കാണുന്നുണ്ട്. എന്ത്? നിങ്ങളെ ദൈവം സന്ദർശിക്കുന്ന ഒരു സമയം വരുന്നു. കാര്യം നിങ്ങൾ മിസ്രൈമിനുള്ളവരല്ല, നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ള നാട് കനാൻ നാടാണ്. അവൻ വിശ്വാസത്താൽ ആ കാണാത്ത കാര്യങ്ങളെ കണ്ടു, നടക്കാൻ പോകുന്ന കാര്യങ്ങളെ അവൻ വിശ്വാസത്താൽ കണ്ടു. എന്നിട്ട് പറയാണ്, ദൈവം നിങ്ങളെ സന്ദർശിക്കുന്നതായ സമയത്ത് നിങ്ങൾ കനാൻ നാട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഒരു ഉപകാരം ചെയ്യണം. എൻ്റെ അസ്ഥികളെ കൂടെ എടുത്ത് എൻ്റെ പിതാക്കന്മാരുടെ ഗ്രാമത്തിൽ, പട്ടണത്തിൽ നിങ്ങൾ കൊണ്ടുപോയി അടക്കണം. വേറെ ഒന്നും യോസഫ് ആവശ്യപ്പെടുന്നില്ല. എന്താ യോസഫ് പറയുന്നത്? സഹോദരന്മാരെ, ഞാനിവിടുത്തെ ഫറവോന് 2ാമനായി ജീവിക്കുകയാണെങ്കിലും എൻ്റെ മനസ്സിൽ ഇത്രയും വർഷങ്ങൾക്കിടയ്ക്ക് ഒരിക്കൽ പോലും ഈ മിസ്രൈം കടന്നുകൂടിയിട്ടില്ല. എന്ന് തന്നെയല്ല, നിങ്ങളെ ദൈവം സന്ദർശിക്കുന്ന സമയത്ത് ഞാൻ കാണത്തില്ല, ഐ എം ഗോയിങ് ടു ഡൈ. പക്ഷേ അന്ന് ദൈവം നിങ്ങളെ സന്ദർശിച്ച് നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ അസ്ഥികളും കൂടെ കൊണ്ടുപോകണം. എന്തുകൊണ്ട്? ഞാൻ മിസ്രൈമിൽ നിന്നൊന്നും എടുത്തിട്ടില്ല, ഞാൻ മിസ്രൈമിനൊന്നും കൊടുക്കത്തുമില്ല. എൻ്റെ അസ്ഥികളെ പോലും ഞാൻ മിസ്രൈമിന് കൊടുക്കത്തില്ലെന്നാണ് യോസഫ് പറയുന്നത്. എൻ്റെ അസ്ഥികളെ പോലും ഞാൻ ഈ മിസ്രൈമിന് കൊടുക്കത്തില്ല. കാര്യം മിസ്രൈം എൻ്റെ നാടല്ല. എൻ്റെ നാട് ആരുടേതാണ്? എൻ്റെ നാട് കനാൻ നാടാണ്. അതാണ് എൻ്റെ വാഗ്ദത്ത നാട്. ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇത്രയധികം വേർപാട് സൂക്ഷിച്ച, നമ്മൾ വിശുദ്ധിയും വേർപാടും എന്നൊക്കെ പറയുമല്ലോ, ഇതാണ് വേർപാട്. മിസ്രൈം ലോകത്തിൻ്റെ പ്രതിനിധിയാണ്. ആ മിസ്രൈമിൽ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ജീവിക്കുമ്പോൾ പോലും യോസഫിൻ്റെ മനസ്സിൽ ലോകം കടന്നുകൂടിയിട്ടില്ല, മിസ്രൈം കടന്നുകൂടിയിട്ടില്ല. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഒഫീഷ്യലായിരിക്കാം, നിങ്ങൾ ലോകത്തിൽ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, ലോകത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ ആത്മീയതയുടെ, വിശ്വാസത്തിൻ്റെ ആ അദൃശ്യ ലോകത്തിലേക്ക് ഒരിക്കലെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അസ്ഥികളെ പോലും നിങ്ങൾ ലോകത്തിന് വിട്ടുകൊടുക്കത്തില്ല. നിങ്ങളുടെ മനസ്സിൽ ഒരു സ്വപ്നങ്ങളും നിങ്ങൾ കുത്തി നിറയ്ക്കത്തില്ല. ലോകത്തിൻ്റെ യാതൊരു താല്പര്യങ്ങളും ആഗ്രഹങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാവുകയില്ല. ജഡത്തിനും ലോകത്തിനും നിങ്ങളെ തന്നെ നിങ്ങൾ വിട്ടുകൊടുക്കത്തില്ല. നിങ്ങളുടെ ജീവനില്ലാത്ത അസ്ഥികൾ എന്ന് നിങ്ങൾ കരുതുന്ന ആ ഏറ്റവും ലീസ്റ്റായിട്ടുള്ള കാര്യത്തെ പോലും നിങ്ങൾ ലോകത്തിന് വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് വിശ്വാസത്തിൻ്റെ ലോകത്തിലേക്ക് കയറിയിട്ട് എത്ര പേർക്ക് പറയാൻ പറ്റും, ലോകമേ, എനിക്കും നിനക്കും തമ്മിൽ യാതൊരു ഉടമ്പടിയുമില്ല, ലോകമേ, എനിക്ക് നിന്റെ യാതൊന്നും ആവശ്യമില്ല, ലോകത്തിൻ്റെ ഒന്നും എൻ്റെ മനസ്സിൽ കയറിയിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ കയറിയിട്ടില്ല എന്ന് തന്നെയല്ല, എനിക്ക് ലോകത്തിന് തരാനായിട്ട് എനിക്കൊന്നുമില്ല. കാര്യം എൻ്റെ നാടിതല്ല. ആ കനാൻ നാട് ഹൃദയത്തിൽ കുത്തി നിറച്ചവനായിരുന്നു യോസഫ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് യോസഫിൻ്റെ ദർശനം നമ്മൾ കാണുന്നത്. അടുത്തതായിട്ട് നമ്മൾ മോസസിനെ കുറിച്ച് വായിക്കുകയാണ്. 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 23ാമത്തെ വാക്യത്തിൽ മോസസിന്റെ മാതാപിതാക്കളാണ് ആദ്യത്തെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അവിടെ വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. മോശയുടെ മാതാപിതാക്കളോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബഹുമാനമുണ്ട്. ഒരു കാര്യം, അവിടെ എഴുതിയിരിക്കുന്നത് മോശയുടെ ജനനത്തിങ്കൽ അവൻ സുന്ദരനെന്ന് അവൻ്റെ മാതാപിതാക്കൾ കണ്ടു. ഇതിനകത്ത് എന്താ വലിയ അത്ഭുതം? ആർക്കാണ് അവരുടെ കുഞ്ഞ് സൗന്ദര്യമുള്ളവരെന്നല്ലാതെ കാണുന്നത്? കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഇത്ര വൃത്തികെട്ട ഒരു കൊച്ചിനെ എനിക്ക് എന്തിനാണെന്ന ഒരപ്പനും അമ്മയും പറയത്തില്ല. കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും നമുക്ക് എങ്ങനെയുള്ളവരാണ്? സൗന്ദര്യമുള്ളവരാണ്. ഏറ്റവും കുറഞ്ഞത് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ പിള്ളേർ സൗന്ദര്യമുള്ളവരാണ്, ഇല്ലേ? മാതാപിതാക്കൾക്ക് മക്കൾ എപ്പോഴും സൗന്ദര്യമുള്ളവരാണ്. പിന്നെന്താ ഇത്ര കൃത്യമായിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് എബ്രായ ലേഖനകാരൻ
ഇതൊരു വലിയ കാര്യമായിട്ട് പറയുന്നത്. വിശ്വാസത്താൽ ശിശുവിൻ്റെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് മാതാപിതാക്കൾ കണ്ടു. എന്താ ഇതിനകത്ത് എന്താ അർത്ഥം? അപ്പോസ്തല പ്രവൃത്തികളിൽ 7-ാം അധ്യായത്തിൽ അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ സ്തെഫാനോസ് ഇസ്രായേലിൻ്റെ ചരിത്രം വിവരിക്കുന്നതായ സമയത്ത് മോശയുടെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് വെറും സുന്ദരൻ എന്നല്ല, ദിവ്യസുന്ദരൻ എന്ന് കണ്ടെന്നാണ്. ദിവ്യസുന്ദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഡിവൈൻലി ബ്യൂട്ടിഫുൾ ആണ്. അതൊരു ഒരു പ്രത്യേകമായ അർത്ഥമാണ്. അതായത് ദൈവത്തിന് ആവശ്യമുള്ളവൻ എന്ന് കണ്ടു. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, ദൈവത്തിന്റെ നിയോഗമുള്ളവൻ എന്ന് കണ്ടു എന്നാണ് അവിടുത്തെ അർത്ഥം. മോശയുടെ ജനനത്തിങ്കൽ മാതാപിതാക്കൾ കുഞ്ഞിനെ നോക്കിയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇവന്റെ മേൽ ദൈവത്തിന്റെ ഒരു നിയോഗമുണ്ടെന്ന് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് കുഞ്ഞിനെ മാതാപിതാക്കൾ നോക്കിയപ്പോൾ എന്ത് മനസ്സിലായെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവന്റെ മേൽ ദൈവത്തിന്റെ ഒരു നിയോഗമുണ്ട്. എന്ത് നിയോഗം? ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് മോശയാണെന്ന് അവന്റെ മാതാപിതാക്കൾക്ക് മനസ്സിലായി. 40 വയസ്സുള്ളപ്പോൾ തൻ്റെ സഹോദരന്മാരെ തിരക്കിപ്പോയ മോശയുടെ ചരിത്രം സ്തെഫാനോസ് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. തൻ്റെ ജനത്തിൻ്റെ രക്ഷകനായി ദൈവം തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് മോശ തിരിച്ചറിഞ്ഞു, പക്ഷെ സഹോദരന്മാരത് ഗ്രഹിച്ചില്ലെന്ന്. 40 വയസ്സുള്ളപ്പോഴേ മോശയ്ക്ക് അറിയാമായിരുന്നു എന്ത്? മോശ മുഖേനയാണ് ദൈവം തൻ്റെ സഹോദരന്മാർക്ക് രക്ഷ വരുത്തുന്നതെന്ന്. എങ്ങനെ അറിയാമായിരുന്നു? അവൻ്റെ അമ്മ ഒളിഞ്ഞും പാത്തുമാണെങ്കിലും മുല കൊടുക്കുമ്പോഴൊക്കെ മകനോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. കുഞ്ഞെ, നീ ജനിച്ചപ്പോൾ ഞങ്ങൾ നിന്നെ ആത്മാവിൻ്റെ ലോകത്ത് കണ്ടു, അദൃശ്യതയിൽ ദൈവികമായി ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കി, നിന്റെ മേലൊരു ദിവ്യ സൗന്ദര്യമുണ്ട്. എന്താണ് ആ ദിവ്യ സൗന്ദര്യം? നിന്നെയാണ് ദൈവം ഇസ്രായേൽ മക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ ആത്മാവിൽ കണ്ടു. അതാ അമ്മ പറഞ്ഞു പഠിപ്പിച്ചത് കൊണ്ടാണ് 40 വയസ്സുള്ളപ്പോൾ മോശയ്ക്ക് അത് ബോധ്യമായത്. ഞാൻ പറഞ്ഞ് ഗ്രഹിക്കുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ കുഞ്ഞിനെ നോക്കിയിട്ട് അവൻ്റെ മേൽ കാണേണ്ട സൗന്ദര്യം എഞ്ചിനീയറുടെ സൗന്ദര്യവും ഡോക്ടറുടെ സൗന്ദര്യവുമല്ല. കുഞ്ഞ് ജനിക്കുമ്പോഴേ നമ്മളിപ്പോൾ കാണുന്നത് എന്താണെന്നറിയാമോ? ഇവനെ ഏത് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കണമെന്നാണ്. ജനിച്ച് വീഴുന്ന കുഞ്ഞിനെ ഏത് മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കണമെന്നാണ് ജനിച്ച് വീഴുമ്പോൾ നമ്മൾ നോക്കുന്നത്. അതാ കാണുന്ന സൗന്ദര്യം. കാര്യം ഇതാ കണ്ണി കുത്തി നിറച്ചേക്കുന്നത്. എന്നാൽ നിത്യതയുടെ ദർശനം കൈമുതലായി ഉണ്ടായിരുന്ന മോശയുടെ മാതാപിതാക്കൾ മോശ ജനിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് ആത്മാവിൽ വെളിപ്പെടുത്തി കൊടുത്തു, ഇവൻ്റെ മേൽ എൻ്റെ നിയോഗമുണ്ട്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ കണ്ണുകളിൽ നോക്കി ദൈവത്തിന് അവനെക്കുറിച്ചുള്ള ഉദ്ദേശ്യം എന്താണെന്ന് തിരിച്ചറിയുന്നതാണ് ആത്മീയത. അല്ലാതെ അവനെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളുടെ നഷ്ടസ്വപ്നങ്ങളുടെ ബലിയാടാക്കുന്നതല്ല. ഏതെങ്കിലും അമ്മമാർ ദൈവനിയോഗം തിരക്കുന്നുണ്ടോ മക്കളെക്കുറിച്ച്? എന്നോട് പല അമ്മമാർ പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ അവനെക്കുറിച്ച് സുവിശേഷ വേല ചെയ്യണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷെ അവന് വിളിയില്ലായിരുന്നത് കൊണ്ട് ഞാൻ പിന്നെ അവനെ എഞ്ചിനീയറിങ്ങിന് അങ്ങ് വിട്ടു. അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, അവന് എഞ്ചിനീയറിങ്ങിന് വിളിയുണ്ടോ എന്ന് നിങ്ങൾ തിരക്കിയോ? എഞ്ചിനീയറിങ്ങിന് വിളി വേണോ ബ്രദറെ? ഞാനൊരു കാര്യം പറയാം, സുവിശേഷ വേലയ്ക്ക് വേണ്ടതിനേക്കാൾ കൂടുതൽ വിളി എഞ്ചിനീയറിങ്ങിന് വേണം. എന്നാണെന്നറിയാമോ? ഇപ്പം അനിൽ അംബാനിയുടെ മോൻ അല്ലെങ്കിൽ മുകേഷ് അംബാനിയുടെ മോൻ റിലയൻസ് വർക്ക് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കോളിംഗ് വല്ലതും വേണം. പക്ഷേ മുകേഷ് അംബാനിയുടെ മോൻ ടാറ്റായി വർക്ക് ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ കോളിംഗ് വേണം. ഞാൻ പറഞ്ഞത് അർത്ഥം നിങ്ങൾ ഗ്രഹിച്ചെന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ സ്വന്തം പിതാവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കാൻ സ്പെഷ്യൽ കോളിംഗ് ഒന്നും ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷേ വെല്ലോൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കണമെങ്കിൽ സ്പെഷ്യൽ അനുവാദം വാങ്ങിച്ചിരിക്കണം. നിങ്ങളുടെ കുഞ്ഞ് സുവിശേഷ വേലക്കാരനാകാനല്ല സ്പെഷ്യൽ പെർമിഷൻ വേണ്ടത്, നിങ്ങളുടെ കുഞ്ഞ് സുവിശേഷ വേലക്കാരൻ അല്ലാതാകാനാണ് സ്പെഷ്യൽ പെർമിഷൻ വേണ്ടത്. അവന് കോളിംഗ് ഉണ്ടോ ഇല്ലയോ നിങ്ങളും തിരക്ക്. ഏതെങ്കിലും അമ്മമാർ അവൻ 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഇരുന്ന് ഉപവാസം എടുത്തിട്ടുണ്ട്, കർത്താവേ ഈ 12 കഴിയുമ്പോൾ അവനെക്കുറിച്ചുള്ള ദൈവോദ്ദേശം എന്താണെന്ന് എനിക്ക് വെളിപ്പെടുത്തണമേ, അവൻ എഞ്ചിനീയർ ആകണോ അതോ അവന് ബിസിനസ് പഠിക്കണോ അതോ അവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകണോ, അവൻ എന്താ എന്നുള്ളത് എന്നെ വെളിപ്പെടുത്തണമേ കർത്താവേ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഉപവാസം എടുത്തിട്ടുണ്ടോ? എൻ്റെ കുഞ്ഞിൻ്റെ മേലുള്ള ദിവ്യ സൗന്ദര്യം എന്നെ കാണിപ്പിക്കണമേ കർത്താവേ, എൻ്റെ കുഞ്ഞിനെക്കുറിച്ചുള്ള നിൻ്റെ ഉദ്ദേശ്യം എന്താണെന്ന് എന്നെ വെളിപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് ഉപവാസം എടുത്ത എത്ര അമ്മമാരുണ്ട് ഇവിടെ? എൻ്റെ കുഞ്ഞിനെ എഞ്ചിനീയർ ആക്കണേ എന്ന് പറഞ്ഞ് ഉപവാസം എടുത്തതല്ല. ഇത് എഞ്ചിനീയർ ആക്കുന്നത് പോയിട്ട് പരീക്ഷ ഒരു സഹോദരിമാർ ഒരു ദിവസം ഒരു സഹോദരി ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോഴത്തേക്ക് വരാഞ്ഞ സമയത്ത് ഒരാൾ ചോദിച്ചു, എന്താ സഹോദരി ഭക്ഷണം കഴിക്കാതെ? ഞാൻ ഉപവാസമാണ്. എന്താ ഉപവാസം? അതെ, കുഞ്ഞിൻ്റെ പരീക്ഷയല്ലേ. കുഞ്ഞിൻ്റെ പരീക്ഷയോ? ഇതിപ്പം അത് മാർച്ചിലല്ലേ, ഇതിപ്പം നവംബർ ആയതേ ഉള്ളല്ലോ. കുഞ്ഞിൻ്റെ പരീക്ഷ മാർച്ചിലല്ലേ, അതിനാണ് ഉപവാസം എടുക്കുന്നത്? അല്ല, ക്ലാസ് പരീക്ഷയാണ്. കൊച്ചിൻ്റെ ക്ലാസ് പരീക്ഷയ്ക്ക് ഉപവാസം എടുക്കുന്ന തള്ളമാരോട് ഞാൻ ചോദിക്കട്ടെ, കൊച്ചു പരിശുദ്ധാത്മശാനം പ്രാപിക്കണമെന്ന് വെച്ച് നിങ്ങൾ ഒരു ദിവസം ഉപവാസം എടുത്തിട്ടുണ്ടോ? പിന്നെ എന്തോ നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നത്? നിങ്ങൾ ആത്മീകരാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അതിൻ്റെ മേലുള്ള ദിവ്യ സൗന്ദര്യം എന്താണെന്നൊന്ന് കണ്ടുപിടിക്കുക.
എന്താണ് ദൈവത്തിന് അവനെക്കുറിച്ചുള്ള ഉദ്ദേശമെന്ന് നിങ്ങളൊന്ന് ചോദിക്ക്. മോശയുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യുകയാണ്? അവന്റെ ജനനത്തിങ്കൽ അവന്റെ മേലുള്ള ദൈവോദ്ദേശം എന്താണെന്ന് തിരിച്ചറിഞ്ഞു. അതാണ് ആത്മീയത. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലുള്ള ദൈവോദ്ദേശം തിരിച്ചറിയുന്നതാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. രാജാവിന്റെ കൽപ്പന ഭയപ്പെട്ടല്ല, ഭയപ്പെടാതെ. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞ് ജീവിച്ചിരുന്നാൽ ഇവരുടെ ജീവൻ അപകടത്തിലാണ്. സ്വന്തം ജീവനെ റിസ്ക് ചെയ്താണ് മോശയുടെ മാതാപിതാക്കൾ മോശയെ ഒളിപ്പിച്ചു വെച്ചത്. എന്തിന്? ഞങ്ങളുടെ കുഞ്ഞ് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് തീർച്ചയായും, പക്ഷെ അതിലുപരിയായി ഈ കുഞ്ഞിൽ ഉള്ള ദൈവോദ്ദേശം നിർവഹിക്കപ്പെടേണ്ടതിന് വേണ്ടി, നമ്മുടെ കുഞ്ഞിൻ്റെ മേലുള്ള ദൈവോദ്ദേശം നിർവഹിക്കപ്പെടേണ്ടതിന് വേണ്ടി നമ്മുടെ ജീവൻ റിസ്ക് ചെയ്യാൻ വരെ നമ്മൾ തയ്യാറാകണം. അതാണ് സ്പിരിച്വാലിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മോശയുടെ മാതാപിതാക്കൾ റിസ്ക് ചെയ്താണ് അത് ചെയ്തത്. ഇനി മോശയുടെ കാര്യം വരുമ്പോഴത്തേക്ക് അതിനപ്പുറത്തേക്ക് വരികയാണ്. അതിൻ്റെ 24 മുതലുള്ള 11-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും, പാപത്തിന് തീർച്ചയായിട്ടും ഒരു താൽക്കാലികമായ സുഖമുണ്ട്, അതുകൊണ്ടാണല്ലോ എല്ലാവരും അതിൻ്റെ പുറകെ പോകുന്നത്. പക്ഷേ അതിനപ്പുറത്ത് ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് അവൻ തെരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, പാപത്തിന് എന്തൊക്കെ സുഖമുണ്ടോ അത് മുഴുവൻ അനുഭവിക്കാൻ സാഹചര്യമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മോശ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മിസ്രൈം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈജിപ്തിൽ പോയിട്ടുണ്ട്, എനിക്കറിയാം. അവരുടെ ലൈഫ് സ്റ്റൈൽ ഞാൻ നോക്കി കണ്ടിട്ടുണ്ട്. ഇത്രയും സുഖിമാന്മാരായ ആളുകൾ, സുഖമാണ് അവരുടെ ദൈവം തന്നെ സുഖമാണ്. സുഖിക്കുക എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിലെ ലക്ഷ്യം. അങ്ങനെയുള്ള ഈ ജനങ്ങളുടെ മധ്യത്തിൽ ജീവിച്ച മോശ ലോകത്തിൻ്റെ ഏത് സുഖവും അനുഭവിക്കാൻ തക്ക നിലയിൽ അധികാരവും പണവും സാഹചര്യങ്ങളും ഉണ്ടായിരുന്നവനായ മോശ, അതിനെല്ലാം അപ്പുറത്തായിട്ട് പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് അവൻ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു എന്നാണ്. പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. ചൂസ് ചെയ്തു. ചോയ്സാണ് അവൻ്റേത്. എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യുന്നത്? നമ്മളെപ്പോഴും ചൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചൂസ് ചെയ്യുന്നത്, ഇല്ലേ? ഗതികേട് കൊണ്ട് അവൻ കഷ്ടം അനുഭവിക്കുകയല്ല. ഇന്നത്തെ തിയോളജി അനുസരിച്ചാണെങ്കിൽ യേശു കഷ്ടപ്പെട്ടില്ലേ, നമ്മളോട് ഇന്നലെ കഷ്ടപ്പെടുന്നതെന്നുള്ള ചോദിക്കുന്നത്. കഷ്ടതയില്ല എന്നാണ് പറയുന്നത്. കഷ്ടതയില്ല, പട്ടിണിയില്ല, ഉപദ്രവമില്ല, എൻ്റെ വീട്ടിൽ ആഹാരം കുറയത്തില്ല, അത് ചെയ്യത്തില്ല, എനിക്ക് കടം വരത്തില്ല, വായ്പ വരും, ഞാൻ അത് കൊടുക്കും, ഇത് കൊടുക്കും. ഇതാണല്ലോ നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് മുഴുവൻ, ഇല്ലേ? പ്രിയമുള്ളവരെ, കഷ്ടത ചൂസ് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് ചൂസ് ചെയ്യുകയാണ് നമ്മൾ. യേശു ക്രിസ്തു ക്രോസ് ചൂസ് ചെയ്തതാണ്. യേശു ക്രിസ്തുവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട 2 കള്ളന്മാർ ക്രൂശ് സഹിക്കുകയാണ്. അഥവാ അവർക്ക് ഒഴിവാക്കാൻ വയ്യാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യാണ്? അവർക്ക് വേറെ മാർഗമില്ലായിരുന്നു. പക്ഷേ യേശുവിന് വേണമെങ്കിൽ ക്രൂശ് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അവൻ എന്ത് ചെയ്തു? ക്രൂശ് അവൻ ഏറ്റെടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും അത് തന്നെയാണ്. നമ്മൾ ക്രൂശ് ഏറ്റെടുക്കുന്നവരാണ്, കഷ്ടത ഏറ്റെടുക്കുന്നവരാണ്. ലോകത്തിൻ്റെ സുഖങ്ങളെക്കാൾ കഷ്ടത തെരഞ്ഞെടുക്കുന്നവരാണ്. അതാ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ആർക്ക് മാത്രമേ കഴിയുള്ളൂ? വിശ്വാസത്താൽ അദൃശ്യ ദൈവത്തെ കണ്ട് അദൃശ്യ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നവന് മാത്രമേ പറ്റുകയുള്ളൂ. മോസസിനെ കുറിച്ച് ഒരു റബിനിക് സ്റ്റോറി ഉണ്ട്. നടന്ന കഥയൊന്നുമല്ല, പക്ഷെ ആ റബിനിക് സ്റ്റോറി ഇതാണ്. മോശ ചെറിയ പൈതലായി ഫറവോന്റെ കൊട്ടാരത്തിൽ കളിച്ച് നടന്നപ്പോൾ ഇവൻ ഭയങ്കര മിടുക്കനായിരുന്നു. അവന് എല്ലാവർക്കും ഒരു പെറ്റായിരുന്നു. അപ്പോൾ ഫറവോൻ ഒരു ദിവസം ഒരു ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് മറ്റൊന്നുമല്ല, ഒരു ചട്ടിക്കകത്ത് ആ ഏറ്റവും വിലപിടിപ്പുള്ള കുറേ രത്നങ്ങൾ വാരിയിട്ടു. അടുത്ത ചട്ടിക്കകത്ത് ബേണിംഗ് കോൾസ് വാരിയിട്ടു. ബേണിംഗ് കോൾസ് ഇറ്റ്സ് നോട്ട് നടന്ന സ്റ്റോറി അല്ല, പക്ഷേ നമുക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ബേണിംഗ് കോൾസ് പറഞ്ഞാൽ കനൽ, കൽക്കരി എന്ത് ചെയ്തതാ? ഇങ്ങനെ കത്തി നിൽക്കുന്ന കൽക്കരി വാരിയിട്ടു. എന്നിട്ട് ഇത് 2 ഇവൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇവനെ ഏത് ചൂസ് ചെയ്യും എന്നിങ്ങനെ നോക്കിയിരുന്നു. മോശ എന്ത് ചെയ്തു? എഴഞ്ഞു വന്നിട്ട് ജുവൽസിലെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് ഇവൻ തിരിച്ചു വന്ന് ഈ ബേണിംഗ് കോൾസ് കയ്യിലെടുത്തു. അവൻ്റെ കൈ പൊള്ളിപ്പോയി. അവൻ പൊള്ളിയ കൈ നാക്കയിൽ വെച്ചു. അങ്ങനെയാണ് അവൻ്റെ സ്റ്റാമറിങ് വിക്കുള്ളവനായി തീർന്നെന്നൊരു റബിനിക് സ്റ്റോറി ഉണ്ട്.